വിജയത്തിന് ശേഷമുള്ള LDFിലെ ചില നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ അവരുടെ യഥാർത്ഥ മനോഭാവത്തെ ഒന്നുകൂടി തുറന്നു കാട്ടി. ഉദാഹരണത്തിന് ശ്രീ MM മണി പറഞ്ഞ പെൻഷൻ ഒക്കെ നന്നായി വാങ്ങി ചാപ്പാട് കഴിച്ച് എന്നിട്ട് തിരിച്ചു ചെയ്തു എന്നാണ് പറയുന്നത്. ഇവരുടെ മനോഭാവം എന്താണ്? ഈ പെൻഷൻ കാശ് ജനങ്ങളുടെ നികുതി പണമാണ്. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും അവരുടെ അവകാശമായിട്ട് കൊടുക്കുന്ന ഒരു പെൻഷൻ അത് വാങ്ങി നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന ഒരു മനോഭാവത്തെ ഇവർ കൊണ്ടു നടന്നിരുന്നു എന്നുള്ളതാണ്. അതിലിപ്പോൾ MM മണി ഒരു അക്കാര്യത്തിൽ സത്യസന്ധനായതുകൊണ്ട് ഉള്ളത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മറ്റു നേതാക്കന്മാരുടെ എല്ലാം ഉള്ളിലിരിപ്പ് ഇതാണ്, അതവർ തുറന്നു പറഞ്ഞില്ല. പക്ഷേ മണി ഈ ഇങ്ങനെയുള്ള വെട്ടി തുറന്നു പറയുന്ന ആളായതുകൊണ്ട് അദ്ദേഹം ഉള്ളത് തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ കേരളത്തിലെ മുൻപുള്ള LDFോ UDF ഗവൺമെൻറ്റോ ഏർപ്പെടുത്താത്ത പോലെ 2 രൂപ അധിക സെസ് ഏർപ്പെടുത്തിയ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ. സാമൂഹ്യക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് 2 രൂപ അധിക സെസ് ഉണ്ട്. ആ 2 രൂപ അധിക സെസ്സും നികുതിയും എല്ലാം ചേർത്തുള്ള ജനങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു വിഹിതമാണ് പെൻഷനായി ജനങ്ങൾക്ക് ഇങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനിടയിൽ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, ഭൂനികുതി കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, പെർമിറ്റ് ഫീസ് കൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് കൂട്ടി, ഇങ്ങനെ എല്ലാം കൂട്ടി. അതിനുശേഷം അവർക്ക് ഒരു തുച്ഛമായ തുക പിന്നെ പെൻഷനായി നൽകുന്നതിനെയാണ് അതൊക്കെ കിട്ടിയിട്ടും നിങ്ങൾ മാറ്റി ചെയ്തു എന്ന് പറഞ്ഞത് ഇവരുടെ പിന്നെ ഒരു വൃത്തികെട്ട മനോഭാവത്തിൻ്റെ അത് പിന്നെ MM മണിയിൽ കൂടി കൃത്യമായി പുറത്തു വന്നു എന്നുള്ളതാണ്.